എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പി കെ ലേണിംഗ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ശ്രുതി. നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രേസൽ വെർബ് ആണ്. ഫ്രേസൽ വെർബിന്റെ നമ്മുടെ സെക്കൻഡ് ക്ലാസ് ആണ് കേട്ടോ. ആദ്യത്തെ ക്ലാസ് ഒക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അത് എന്റെ ഒപ്പം തന്നെ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് റിവൈസ് ചെയ്യണം കേട്ടോ. ഫ്രേസൽ വെർബ് ബാക്കിയുള്ള വൊക്കാബുലറി പോലെയല്ല, നമ്മുടെ മെമ്മറിയിൽ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാം. ഓക്കെ, സമയം കളയണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രേസൽ വെർബ് ആണ്. ഓക്കെ, ബ്രേക്ക് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിലത്തെ ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് ബ്രേക്ക് ഇൻ ടു. ബ്രേക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ എന്താ? എൻറ്റർ ഫോഴ്സ്ഫുള്ളി. എൻറ്റർ ഫോഴ്സ്ഫുള്ളി. ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാല് എന്താ? തകർക്കുക, പൊട്ടിക്കുക, അല്ലെ? അപ്പൊ തകർത്തിട്ട് ഇൻറ്റു. ഇൻറ്റു എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിലേക്ക്, അല്ലെ? തകർത്ത് ഉള്ളിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ എന്താ? എൻറ്റർ ഫോഴ്സ്ഫുള്ളി, അല്ലെ? അതിക്രമിച്ച് കയറുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ബ്രേക്ക് ഇൻറ്റു. എല്ലാവരും പഠിച്ചോ? ബ്രേക്ക് ഇൻറ്റു എന്ന് പറഞ്ഞാൽ എൻറ്റർ ഫോഴ്സ്ഫുള്ളി. എൻറ്റർ ഫോഴ്സ്ഫുള്ളി. ഇനി അടുത്ത് നോക്കാം, ബ്രേക്ക് ഡൗൺ. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രേക്ക് ഡൗൺ ആയി, അല്ലെ? വണ്ടി ബ്രേക്ക് ഡൗൺ ആയി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ഫങ്ഷനിങ്. ഓക്കെ, സ്റ്റോപ്പ് ഫങ്ഷനിങ്. അപ്പം ഫങ്ഷനിങ് നിന്നു, അല്ലെങ്കിൽ നിന്നുപോയി എന്നൊക്കെ ഒരു മീനിങ് ആണ്, അല്ലെ? ഓക്കെ, അതാണ് ബ്രേക്ക് ഡൗൺ. അതേപോലെ തന്നെ അൺഏബിൾ ടു കൺട്രോൾ ഫീലിങ്സ്. നമ്മുടെ വിഷമം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് വരിക, നമ്മൾ ആകെ തകർന്നു പോയി എന്ന് പറയില്ലേ, ബ്രേക്ക് ഡൗൺ, അല്ലെ? ബ്രേക്ക് എന്ന് പറഞ്ഞാല് പൊട്ടി താഴത്തേക്ക് പോയി. ഡൗൺ എന്ന് പറയുമ്പോൾ താഴത്തേക്ക്, അല്ലെ? അപ്പൊ പൊട്ടി തകർന്നു പോയി എന്നുള്ള രീതിയിൽ ആലോചിക്കാം. അൺഏബിൾ ടു കൺട്രോൾ ഫീലിങ്സ് എന്നും കൂടി നമുക്ക് പഠിക്കാം കേട്ടോ. ഫ്രേസൽ വെർബിന് നമ്മൾ പറയില്ലേ, ഒന്നീ കൂടുതൽ മീനിങ്സ് വരുന്നുണ്ട്. അപ്പൊ അതിലത്തെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ബ്രേക്ക് ഡൗൺ പഠിച്ചല്ലോ, സ്റ്റോപ്പ് ഫങ്ഷനിങ്ങും അതേപോലെ തന്നെ അൺഏബിൾ ടു കൺട്രോൾ ഫീലിങ്സ് കേട്ടോ. ഇനി നോക്കാം, ബ്രേക്ക് ത്രൂ ആണ്. ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞാല് ഇമ്പോർട്ടന്റ് അച്ചീവ്മെന്റ് ആണ്. ഒരാളുടെ കരിയറിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു അച്ചീവ്മെന്റ് കിട്ടുക, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ബ്രേക്ക് ത്രൂ എന്ന് പറയാ കേട്ടോ. ബ്രേക്ക് ത്രൂ. ഇനി അടുത്ത ബ്രേക്ക് ഔട്ട് ആണ്. ബ്രേക്ക് ഔട്ട് ഇറ്റ് മീൻസ് സ്റ്റാർട്ട് സഡൻലി. പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബ്രേക്ക് എന്ന് പറഞ്ഞാല് ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രേസിൽ വെർബ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, അല്ലെ? ബ്രേക്ക് ഔട്ട് ചെയ്തു, റിവോൾട്ട് ബ്രോക്ക് ഔട്ട് ചെയ്തു എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതേപോലെ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് സ്റ്റാർട്ട് സഡൻലി. ഇനി അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുന്ന കുഞ്ഞു കണക്ഷൻസ് ആണ്. ബ്രേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളിലൊക്കെ ബ്രേക്ക്, ലഞ്ച് ബ്രേക്ക് നമുക്ക് ആലോചിക്കാം. ഈ ലഞ്ച് ബ്രേക്ക് ഒക്കെ വന്നു കഴിയുമ്പോൾ ബ്രേക്കിൽ നമ്മൾ ഔട്ട് പോകും, അല്ലെ? ജസ്റ്റ് നോക്കിയേ, ബ്രേക്കിൽ നമ്മൾ പുറത്തേക്ക് പോകും, ഔട്ടിൽ പോകും, പെട്ടെന്ന് തന്നെ പോകും, അല്ലെ? ലഞ്ച് ബ്രേക്കിന്റെ ആ ഒരു ബെല്ല് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഉടനെ ഇറങ്ങി ഓടും എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. അപ്പൊ സ്റ്റാർട്ട് സഡൻലി ആണ് ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നോക്കാം, ബ്രേക്ക് എവേ ആണ്. ബ്രേക്ക് എന്ന് പറഞ്ഞാല് പൊട്ടിക്കുക, തകർക്കുക, അല്ലെ? തകർത്തിട്ട് എവേ എന്ന് പറഞ്ഞാൽ ദൂരെ പോയി. അപ്പൊ ബ്രേക്ക് എവേ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം പൊട്ടിച്ചിട്ട് ദൂരെ പോയി എന്ന് പറഞ്ഞാൽ എന്താ? അവിടുന്ന് എസ്കേപ്പ് ചെയ്യുക, അല്ലെ? അപ്പൊ ബ്രേക്ക് എവേ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു എസ്കേപ്പ് ആണ്, ടു എസ്കേപ്പ്. ഇനി ബ്രേക്ക് അപ്പ്. ബ്രേക്കപ്പ് ഒക്കെ നമ്മൾ കുറെ കേട്ടിട്ടുണ്ടാവും, അല്ലെ? ബ്രേക്കപ്പ് ചെയ്തു എന്നൊക്കെ പറയില്ലേ. അപ്പൊ കം ടു ആൻ എൻഡ്, എല്ലാത്തിന്റെയും അവസാനത്തേക്ക് എത്തി, നിന്നു എന്നൊക്കെ ഒരു മീനിങ് ആണ് ബ്രേക്കപ്പ് വരിക. ഇനി ബ്രേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? അവസാനിക്കുക, എൻഡ് ചെയ്യാന്നുള്ളൊരു മീനിങ്. ഓക്കെ, പെട്ടെന്ന് നിൽക്കുക, അപ്പൊ പെട്ടെന്ന് സംസാരം നിർത്തി, അല്ലെങ്കിൽ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുക. പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം? ബ്രേക്ക് ഓഫ് എന്ന് പറയാം, അല്ലെ? ഓക്കെ, ബ്രേക്ക് ഓഫ് എന്ന് പറഞ്ഞാല് എൻഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇത്രയും ഒന്നും കൂടെ നോക്കാം. എല്ലാവരും കൂടെ തന്നെ പഠിച്ചു വരിക കേട്ടോ. എന്തൊക്കെയാ നമ്മൾ ആദ്യം പഠിച്ചേ? ബ്രേക്ക് ഇൻ ടു പഠിച്ചു, അല്ലെ? ബ്രേക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ എൻറ്റർ ഫോഴ്സ്ഫുള്ളി. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ഫങ്ഷനിങ്, അൺഏബിൾ ടു കൺട്രോൾ ഫീലിങ്സ്. ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അച്ചീവ്മെന്റ്. ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാർട്ട് സഡൻലി. ബ്രേക്ക് എവേ എന്ന് പറയുമ്പോൾ ബ്രേക്ക് ചെയ്തിട്ട് എവേ, ദൂരെ പോയി എന്ന് പറഞ്ഞാൽ എന്താ? അവിടുന്ന് എസ്കേപ്പ് ചെയ്യുക. ബ്രേക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ കം ടു ആൻ എൻഡ്. ബ്രേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ എൻഡ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. ഇത്ര എല്ലാവരും പഠിച്ചോ? ഓക്കെ, നമുക്കിനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ ഇവിടെ ഓരോന്ന് ചോദിക്കുമ്പോഴും നിങ്ങൾ എല്ലാവരും ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. ഹി ഈസ് സഫറിംഗ് ഫ്രം നെർവസ് ഡാഷ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഹി ഈസ് സഫറിംഗ് ഫ്രം നെർവസ്. യെസ്, ബ്രേക്ക് ഡൗൺ, അല്ലെ? ബ്രേക്ക് ഡൗൺ നമ്മൾ പറഞ്ഞില്ലേ, ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ഫങ്ഷനിങ്. അപ്പൊ എന്താ? നെർവസിന്റെ കുറച്ച് ഇഷ്യൂസ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. ഹി ഈസ് സഫറിംഗ് ഫ്രം നെർവസ് ബ്രേക്ക് ഡൗൺ. ഓക്കെ, സ്റ്റോപ്പ് ഫങ്ഷനിങ്. കിട്ടിയല്ലോ. ഇനി അടുത്ത് നോക്കാം,
The thief dashed his house last night. The thief dashed his house last night. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഓക്കെ, ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് ആദ്യം തന്നെ എടുത്ത് മാറ്റാം, അല്ലെ? അതെന്തുകൊണ്ടാ? കാരണം ഇവിടെ ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് നൈറ്റ് കണ്ടപ്പോ നമുക്ക് മനസ്സിലായി, ഈ പറഞ്ഞിട്ടുള്ള കാര്യം പാസ്റ്റിൽ നടന്നിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും ബ്രേക്ക് വരില്ല. ബ്രേക്കിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ബ്രോക്ക് ആയിരിക്കും വരിക. അപ്പൊ എപ്പോഴും നമ്മൾ ബ്രേക്ക് തന്നെ യൂസ് ചെയ്യണം എന്നില്ല കേട്ടോ. ബ്രേക്കിന് പകരം ബ്രേക്കിന്റെ പാസ്റ്റ് ടെൻസ് നമുക്ക് ബ്രോക്കും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ എലിമിനേറ്റ് ചെയ്തു. ഇനി അടുത്ത് നോക്കിയേ, ബ്രോക്ക് ഫോർത്തും ഉണ്ട്, ബ്രോക്ക് ഇൻറ്റു ഉണ്ട്, ബ്രോക്ക് ഓഫും ഉണ്ട്. അപ്പൊ ഇതിൽ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? നമ്മൾ പഠിച്ചല്ലോ, തീഫൊക്കെ അതിക്രമിച്ച് കയറി, അല്ലെ? അതിക്രമിച്ച് കയറുക എന്ന് പറയുമ്പോൾ ബ്രേക്ക് ചെയ്തിട്ട് അകത്തേക്ക്, ബ്രേക്ക് ഇൻറ്റു, അല്ലെങ്കിൽ ബ്രേക്കിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ബ്രോക്ക് ഇൻറ്റു ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. കിട്ടുന്നുണ്ടോ? അപ്പൊ വീടിനകത്തേക്ക് കഴിഞ്ഞ ദിവസം അതിക്രമിച്ച് കയറി. അപ്പൊ ബ്രേക്ക് മാത്രമല്ല, ബ്രേക്കിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ബ്രോക്കിനും ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ. ഓക്കെ, ഇനി അടുത്തേക്ക് കയറാം. സയന്റിസ്റ്റ് hope to achieve a break dash in the search for a cure for cancer. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? അച്ചീവ് ചെയ്യാന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അല്ലെ? സയന്റിസ്റ്റ് ഹോപ്പ് ടു അച്ചീവ് എ ബ്രേക്ക്, എന്തായിരിക്കും? ബ്രേക്ക് ത്രൂ എന്ന് നമ്മൾ പറഞ്ഞില്ലേ? ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ എന്താ? അച്ചീവ്മെന്റ്, ഒരാളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ്, അല്ലെ? അപ്പൊ ഗെയിൻ ചെയ്യുക, അല്ലെങ്കിൽ നല്ലൊരു അച്ചീവ്മെന്റ് കിട്ടുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ്. ഓക്കെ, ഇൻ ദ സെർച്ച് ഫോർ എ ക്യൂർ ഫോർ ക്യാൻസർ. ഇപ്പൊ ക്യാൻസർ ക്യൂർ ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് ഒരു അച്ചീവ്മെന്റ് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു സയന്റിസ്റ്റ്, അല്ലെ? സയന്റിസ്റ്റ് ഹോപ്പ് ടു അച്ചീവ് എ ബ്രേക്ക് ത്രൂ ഇൻ ദ സെർച്ച് ഫോർ ക്യൂർ ഫോർ ക്യാൻസർ. സോ നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ്, ബ്രേക്ക് ത്രൂ ആണ് കേട്ടോ. ബ്രേക്ക് ത്രൂ ആണ് അച്ചീവ്മെന്റ്, അല്ലെ? കിട്ടുന്നുണ്ടോ? ഇനി മൈ കാർ ഇസ് ജസ്റ്റ് ബ്രോക്കൺ ഡാഷ്. എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. മൈ കാർ ഇസ് ജസ്റ്റ് ബ്രോക്കൺ ഡാഷ്. യെസ്, ആൻസർ ബ്രോക്കൺ ഡൗൺ ആണ്, അല്ലെ? ബ്രോക്കൺ ഡൗൺ ആണ്. ഓക്കെ, നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്, ബ്രോക്കൺ ഡൗൺ. അപ്പൊ ബ്രോക്കൺ അല്ലെങ്കിൽ ബ്രോക്ക് എന്നൊക്കെ പറയുമ്പോൾ എന്താ? ബ്രേക്കിന്റെ പാസ്റ്റ് ടെൻസ്. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ഫംഗ്ഷനിങ്, അല്ലെ? അപ്പൊ ബ്രോക്കൺ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോപ്പ് ഫംഗ്ഷനിങ്. കിട്ടുന്നുണ്ടോ? നമുക്കപ്പോ ഒന്നും കൂടെ വായിക്കാം, ഒന്നും കൂടെ മെമ്മറിയിലോട്ട് കയറ്റാം. ബ്രേക്ക് ഇൻ ടു എന്റർ ഫോഴ്സ്ഫുള്ളി, ബ്രേക്ക് ഡൗൺ സ്റ്റോപ്പ് ഫംഗ്ഷനിങ്, അൺഏബിൾ ടു കൺട്രോൾ ഫീലിംഗ്സ്. ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അച്ചീവ്മെന്റ്. ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് സഡൻലി. ബ്രേക്ക് എവേ എന്ന് പറഞ്ഞാൽ ടു എസ്കേപ്പ് ആണ്. ബ്രേക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ കം ടു എൻ എൻഡ്. ബ്രേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ എൻഡ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണോ? ഓക്കെ, റിവൈസ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക്. ഫ്രേസൽ വെർബിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ റിവിഷൻ മസ്റ്റ് ആണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ നിൽക്കണം എന്നില്ല. കാരണം നമ്മൾ എഴുതാൻ പോണ എക്സാം ചിലപ്പോൾ പല മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള എക്സാം ആയിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. പറ്റുമെങ്കിൽ സൺഡേ തന്നെ നമ്മളൊരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കയറാം. ഫ്രേസൽ വെർബിന്റെ തന്നെ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോയാണ്. ഗോ വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്നലെ പഠിപ്പിച്ചതും ഇന്ന് പഠിപ്പിക്കുന്നതും എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോകണം കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ഗോ ഓഫ്. ഗോ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പ്ലോഡ് ചെയ്യുക, പൊട്ടിത്തെറിക്കുക, അല്ലെ? ഗോ ഓഫ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോഡ് ചെയ്യുക. ഞാൻ ആദ്യം എല്ലാം വായിക്കാം കേട്ടോ, അതിനുശേഷം നമുക്ക് കുഞ്ഞു കുഞ്ഞു കണക്ഷൻസ് കൊടുക്കാം. ഇനി ഗോ ഫോർ എന്ന് പറഞ്ഞാൽ എന്താ? അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അറ്റൈൻ ചെയ്യുക. പല പല മീനിങ്സ് ഉണ്ട്, അല്ലെ? നമ്മൾ പറഞ്ഞില്ലേ ഫ്രേസൽ വെർബിന് ഒന്നിൽ കൂടുതൽ മീനിങ്സ് ഉണ്ട്. അപ്പൊ ഗോ ഫോർ എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യുക, ചൂസ് ചെയ്യുക, ഗെയിൻ ചെയ്യുക, അറ്റൈൻ ചെയ്യുക. ഇനി അടുത്ത് നോക്കിയേ, ഗോ അറ്റ് എന്ന് പറഞ്ഞാലും അറ്റാക്ക് എന്നുള്ളൊരു മീനിങ് വരുന്നുണ്ട് കേട്ടോ. ഗോ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ. ഗോ ത്രൂ എന്ന് പറഞ്ഞാൽ ടു എക്സാമിൻ, മനസ്സിലാക്കുക. ഗോ ഓവർ എന്ന് പറഞ്ഞാൽ അനലൈസ് ചെയ്യുക, നല്ലപോലെ മനസ്സിലാക്കുക. ഗോ എലോങ് എന്ന് പറഞ്ഞാൽ എഗ്രി ചെയ്യുക. ഓക്കെ, ഗോ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്റ്റിങ്ക്യൂഷ്ഡ് ആണ്, കെടുത്തുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. അണയ്ക്കുക, കെടുത്തുക എന്നൊക്കെ പറയില്ലേ. ഗോ അപ്പ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻക്രീസ്. ഗോ ഡൗൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡിക്രീസ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ ഗോ ഓഫ് ആണ്. ഗോ ഓഫ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോഡ് ചെയ്യുക കേട്ടോ, എക്സ്പ്ലോഡ് ചെയ്യുക. നമുക്ക് ആലോചിക്കാനായിട്ട് ഗോ എന്ന് പറഞ്ഞാൽ എന്താ? പോവുക, അല്ലെ? പോയിട്ട് ഓഫ് ചെയ്യുക. ഇപ്പൊ കേസ് പറയുകയാണെങ്കിൽ ഇപ്പൊ കിച്ചണിൽ കുക്കർ ഓഫ് ചെയ്യുക, പോയിട്ട് കുക്കർ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് പറ്റും? പൊട്ടിത്തെറിക്കും, എക്സ്പ്ലോഡ് ചെയ്യും എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ ഗോ പോയിട്ട് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് പറ്റും? എക്സ്പ്ലോഡ് ചെയ്യും, പൊട്ടിത്തെറിക്കും.
പഠിച്ചല്ലോ. ഇനി അടുത്തത് ഗോ ഫോർ ആണ്. ഗോ ഫോർ എന്ന് പറഞ്ഞാല് അറ്റാക്ക് ചെയ്യുക, ചൂസ് ചെയ്യുക, ഗെയിൻ ചെയ്യുക, അറ്റൈൻ ചെയ്യുക അല്ലെ. അപ്പൊ ഗോ ഫോർ എന്ന് പറയുമ്പോൾ നമുക്ക് 4 അടിച്ച് കളിക്കണ കാര്യം ഓർക്കാം. ഗോ എന്ന് പറഞ്ഞാൽ പോവുക കേട്ടോ. പോയിട്ട് 4 അടിച്ച് കളിക്കുക. 4 അടിച്ച് കളിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രിക്കറ്റിലൊക്കെ 4 അടിച്ച് കളിക്കുക എന്നുള്ള രീതിയിൽ ഓർക്കാം. എന്ന് പറഞ്ഞാൽ എന്താ, മറ്റേ ടീമിനെ അറ്റാക്ക് ചെയ്ത് കളിക്കുക. അപ്പൊ ഗോ ഫോർ എന്ന് പറഞ്ഞാൽ ഗോ പോയിട്ട് 4 അടിച്ച് കളിക്കുക അല്ലെ. അപ്പൊ അറ്റാക്ക് ചെയ്യുക. പിന്നെ ചൂസ് ചെയ്യുക, ഗെയിൻ ചെയ്യുക, അറ്റൈൻ ചെയ്യുക. അപ്പൊ ചൂസ് ചെയ്യുക. അപ്പൊ ജസ്റ്റ് ആലോചിക്കാം, നമ്മൾ 4 അടിക്കണോ 6 അടിക്കണോ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ചൂസ് ചെയ്യും എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അപ്പൊ ചൂസ് ചെയ്യുക, ഗെയിൻ ചെയ്യുക, അറ്റൈൻ ചെയ്യുക. ഇതെല്ലാം ഗോ ഫോറിന്റെ ഫ്രേസൽ വെർബായിട്ട് വരുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഗോ ഫോറിന്റെ ഏതൊക്കെയാ വരുന്നത്? അറ്റാക്ക് ചെയ്യുക, ചൂസ് ചെയ്യുക, ഗെയിൻ ചെയ്യുക, അറ്റൈൻ ചെയ്യുക. ഇനി അടുത്ത് നോക്കിയേ, ഗോ അറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അറ്റാക്ക് ആണ്. നമ്മൾ ഗോ ഫോർ എന്ന് പറഞ്ഞാലും അറ്റാക്ക് എന്നുള്ളൊരു മീനിങ് ഉണ്ട്. ഗോ അറ്റ് എന്ന് പറഞ്ഞാലും എന്താ? അറ്റാക്ക് എന്നുള്ള മീനിങ് ഉണ്ട്. അറ്റാക്ക്. ഓക്കെ. ഇനി ഗോ ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടിന്യൂ. നമ്മൾ പറയാറില്ലേ, ഷോ മസ്റ്റ് ഗോ ഓൺ, കേട്ടിട്ടുണ്ടോ? ഷോ മസ്റ്റ് ഗോ ഓൺ, ഷോ മസ്റ്റ് കണ്ടിന്യൂ അല്ലെ. അപ്പൊ ഗോ ഓൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് കണ്ടിന്യൂ. ഈ 4 എണ്ണം ഒന്നും കൂടെ മൈൻഡിലോട്ട് കയറ്റിയേ. എന്തൊക്കെയായിരുന്നു? ഗോ ഓഫ്, പോയിട്ട് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്ലോഡ് ചെയ്യും അല്ലെ. ഗോ ഫോർ എന്ന് പറഞ്ഞാൽ എന്താ? പോയിട്ട് അറ്റാക്ക് ചെയ്ത് കളിക്കുക, 4 അടിച്ച് കളിക്കുക എന്നുള്ള രീതിയിൽ ഓർക്കാം. അറ്റാക്ക് ചെയ്യുക, ചൂസ് ചെയ്യുക, ഗെയിൻ ചെയ്യുക, അറ്റൈൻ ചെയ്യുക. പിന്നെ ഗോ അറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് അറ്റാക്ക് ആണ്. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ ദ ഷോ മസ്റ്റ് ഗോ ഓൺ അല്ലെ. അപ്പൊ കണ്ടിന്യൂ ചെയ്യണം. ഇനി ഗോ ത്രൂ എന്ന് പറഞ്ഞാൽ എക്സാമിൻ ചെയ്യുക കേട്ടോ. ഗോ ത്രൂ എന്ന് പറഞ്ഞാൽ എക്സാമിൻ ചെയ്യുക, മനസ്സിലാക്കുക. ഗോ ഓവർ എന്ന് പറഞ്ഞാൽ അനലൈസ് ചെയ്യുക, നല്ലപോലെ മനസ്സിലാക്കുക. ഓക്കെ, അനലൈസ് ചെയ്യുക കേട്ടോ. ഓവർ ആയിട്ട് മനസ്സിലാക്കി എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. ഗോ ഓവർ, അനലൈസ് ചെയ്യുക. ഗോ എലോങ്, പോവുക. ഗോ എന്ന് പറഞ്ഞാൽ പോവുക, എലോങ് എന്ന് പറഞ്ഞാൽ കൂടെ അല്ലെ. അപ്പൊ ഒരാളുടെ കൂടെ പോവാന്ന് പറഞ്ഞാല് അയാളുമായിട്ട് അത്യാവശ്യം അയാൾ പറഞ്ഞൊക്കെ എഗ്രി ചെയ്തോണ്ടായിരിക്കുമല്ലോ. അപ്പൊ എഗ്രി എന്നുള്ള രീതിയിൽ ഓർക്കാം. ഓക്കെ. ഗോ എലോങ് എന്ന് പറഞ്ഞാല് എന്താണ്? എഗ്രി ചെയ്യുക. ഇനി ഗോ ഔട്ട്, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഗോ ഓഫും ഗോ ഔട്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്, മാറിപ്പോരുത്. ഗോ ഔട്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്ക്യൂഷ് എന്ന് പറഞ്ഞാൽ എന്താ? തീ കെടുത്തുക അല്ലെങ്കിൽ അണയ്ക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ഗോ ഔട്ട്. എക്സ്റ്റിങ്ക്യൂഷ് കേട്ടോ. ഓക്കെ, നമുക്ക് ആലോചിക്കാം. ഗോ എന്ന് പറഞ്ഞാൽ പോവുക. എവിടെ പോണം? ഔട്ട്, പുറത്ത് പോയിട്ട് ഇപ്പൊ തീ എന്തെങ്കിലുമൊക്കെ കത്തിക്കാനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ കെടുത്തിയിട്ട് വരിക അല്ലെ. അപ്പൊ ഗോ ഔട്ട് എന്ന് പറഞ്ഞാല് എന്താണ്? എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യുക. ഓക്കെ, കെടുത്തുക എന്നുള്ളൊരു മീനിങ് ആണ് ഗോ ഔട്ട് വരുന്നത്. ഇനി അടുത്ത് നോക്കാം, ഗോ അപ്പ്. അത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ അല്ലെ. ഗോ എന്ന് പറഞ്ഞാൽ പോവുക, ഇങ്ങോട്ട് പോവുക, അപ്പ് അല്ലെ. ഗോ അപ്പ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുക, ഗോ ഡൗൺ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം, മൈൻഡിലോട്ട് കയറ്റാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് വൺ എന്താ? ഗോ ഓഫ്. എല്ലാവരും പറഞ്ഞ എന്റെ കൂടെ തന്നെ. ഗോ ഓഫ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോഡ് ചെയ്യുക. ഇനി ഗോ ഫോർ എന്ന് പറഞ്ഞാൽ എന്താ? അറ്റാക്ക് ചെയ്യുക, ചൂസ് ചെയ്യുക, ഗെയിൻ ചെയ്യുക അല്ലെങ്കിൽ അറ്റൈൻ ചെയ്യുക. ഗോ അറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അറ്റാക്ക് ചെയ്യുക. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടിന്യൂ ചെയ്യുക. ദ ഷോ മസ്റ്റ് ഗോ ഓൺ അല്ലെ. ഇനി ഗോ ത്രൂ എന്ന് പറഞ്ഞാൽ എന്താ? എക്സാമിൻ ചെയ്യുക. ഗോ ഓവർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അനലൈസ് ചെയ്യുക. ഗോ എലോങ് എന്ന് പറഞ്ഞാൽ എഗ്രി ചെയ്യുക. ഗോ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യുക. ഗോ അപ്പ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുക. ഗോ ഡൗൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡിക്രീസ് ചെയ്യുക. എല്ലാവരും പഠിച്ചോ? അപ്പൊ ഗോ ഓഫ് എന്ന് പറഞ്ഞാൽ ആലോചിച്ചിട്ട് വേഗം പറഞ്ഞേ, പോയിട്ട് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുക അല്ലെ. ഇനി ഗോ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട് പോവുക, എന്നിട്ട് തീ അണയ്ക്കുക. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ദ ബെഗർ ഡാഷ് ക്രൈങ് ഇൻ എ ഹൊറിബിൾ വോയിസ്. എന്തായിരിക്കും ആൻസർ? യെസ്, ബെഗർ ഡാഷ് ക്രൈങ് ഇൻ എ ഹൊറിബിൾ വോയിസ്. കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു അല്ലെ. ബെഗർ കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഏതാ വരിക? കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിൽ പറയുമ്പോൾ വേഗം പറഞ്ഞു തന്നെ. വെന്റ് ഓൺ. അപ്പൊ ഗോന് മാത്രമല്ല, ഗോന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള വെന്റിനും ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ അല്ലെ. അപ്പൊ വെന്റ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടിന്യൂ ചെയ്യുക, കണ്ടിന്യൂ. ഓക്കെ, നെക്സ്റ്റ് വൺ. I always dash my revision notes just before I got into an examination. Okay, ഒരു എക്സാമിനേഷന് പോണേക്കാൾ മുമ്പ് ഞാൻ എന്റെ റിവിഷൻ നോട്ട്സ് ഒക്കെ നല്ലപോലെ പഠിക്കാറുണ്ട് അല്ലെ. അപ്പൊ എന്താ വരിക? ഗോ ഓവർ. നമ്മൾ പറഞ്ഞില്ലേ, ഓവർ എന്ന് പറയുമ്പോൾ അനലൈസ് ചെയ്യുക. ഗോ ഓവർ എന്ന് പറഞ്ഞാൽ അനലൈസ് ചെയ്യുക. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ?
ഇനി ബാക്കി കൂടെ പറഞ്ഞേ, ഗോ അറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അറ്റാക്ക് ചെയ്യുക അല്ലെ? അറ്റ് ഫോർ അറ്റാക്ക് എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. ഇനി ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ അല്ലെ? അപ്പൊ ഗോ ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ. വെൻ ഹി വാസ് അബൌട്ട് ടു ബി അറസ്റ്റഡ് ഹി ഡാഷ് ദി പോലീസ്. എന്തായിരിക്കും? ആലോചിച്ചിട്ട് പറ. വെൻ ഹി വാസ് അബൌട്ട് ടു ബി അറസ്റ്റഡ് ഹി ഡാഷ് ദി പോലീസ്. അവൻ എന്തായാലും അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് അവൻ അറിഞ്ഞപ്പോ അവൻ എന്ത് ചെയ്തു? അവൻ പോലീസിനെ അറ്റാക്ക് ചെയ്തു അല്ലെ? അറ്റാക്ക് ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞ ടെൻസിന്റെ കാര്യം കൂടെ നമ്മൾ ഇവിടെ നോക്കണം കേട്ടോ. ഇവിടെ വെൻ ഹി വാസ് അബൌട്ട് ടു ബി അറസ്റ്റഡ്, വാസ് അബൌട്ട് ടു ബി അറസ്റ്റഡ് എന്ന് കാണുമ്പോൾ നമുക്കറിയാം പാസ്റ്റ് ആണ്. അപ്പൊ ചിലപ്പോൾ ഇവിടെ ഓപ്ഷനിൽ പ്രസന്റ് ആയിട്ടുള്ള ഗോയൊക്കെ വരും. അപ്പൊ അതും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. ഗോയാണോ വെന്റ് ആണോ എന്ന് നല്ലപോലെ നോക്കിയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോ അറ്റാക്ക് ചെയ്തു എന്നുള്ള രീതിയിൽ ഏതാ വരിക? വെന്റ് ഫോർ അല്ലെ? നമ്മൾ പറഞ്ഞില്ലേ ഗോ ഫോർ എന്ന് പറഞ്ഞാല്, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഗോ ഫോർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഗോ ഫോർ എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യുക അല്ലെ? ഫോർ അടിച്ചിട്ട് ഗോ പോയിട്ട് ഫോർ അടിക്കുക എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ. അതേപോലെ വെന്റ് ഫോർ എന്ന് പറഞ്ഞാലും ദാറ്റ് ഇസ് അറ്റാക്ക് ചെയ്യുക. അപ്പൊ ഹി അറ്റാക്ട് ദി പോലീസ് ആണ് മീനിങ് വൈസ് ഓക്കെ ആയിട്ട് വരുന്നത് കേട്ടോ. സോ നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി. എന്താണ്? വെന്റ് ഫോർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ദ ലൈറ്റ് വെന്റ് ഡാഷ് ഐ വെന്റ് ടു സ്ലീപ്പ്. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യും. വെൻ ദ ലൈറ്റ് വെന്റ് ഡാഷ് ഐ വെന്റ് ടു സ്ലീപ്പ്. എല്ലാവരും ട്രൈ ചെയ്യണേ. യെസ്, ആൻസർ വെന്റ് ഔട്ട് ആണ് അല്ലെ? വെന്റ് ഔട്ട് ആണ്. പലർക്കും ഇവിടെ ഒരു ഓഫ് ഒക്കെ പറയാനുള്ള ടെൻഡൻസി വന്നിട്ടുണ്ടാവും. വെൻ ദ ലൈറ്റ് വെന്റ് ഔട്ട് ആണ്. അപ്പൊ ഗോ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഗോ ഔട്ട്, ഗോ പോവുക, പുറത്തേക്ക് പോയിട്ട് അണയ്ക്കുക, എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യുക അല്ലെ? എക്സ്റ്റിങ്ക്യൂഷ്, അതാണ് ഗോ ഔട്ട് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ വെൻ ദ ലൈറ്റ് വെന്റ് ഔട്ട്, ലൈറ്റ് പോയപ്പോ ഉറങ്ങാൻ പോയി എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ പോയപ്പോ അല്ലെങ്കിൽ കെടുത്തിയപ്പോ എന്നുള്ള മീനിങ്ങിൽ വരുന്നത് ഗോ ഔട്ട് ആണ്. പക്ഷെ നമുക്ക് ഈ ലൈറ്റ് കാണുമ്പോൾ ഒരു ഓഫ് ഒക്കെ പറയാനുള്ള ടെൻഡൻസി വരും. അപ്പോ ഗോ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഗോ ഓഫ്, ഗോ ഓഫ് എന്ന് പറഞ്ഞാല് എക്സ്പ്ലോഡ് ചെയ്യാന്നാണ് കേട്ടോ. എക്സ്പ്ലോഡ് ചെയ്യുക. നമ്മൾ പറഞ്ഞില്ലേ പോയിട്ട് ഓഫ് ചെയ്യൂ, കുക്കർ ഓഫ് ചെയ്യൂ, അല്ലെങ്കിൽ എക്സ്പ്ലോഡ് ചെയ്യും. അപ്പൊ ശ്രദ്ധിക്കണേ, നല്ലപോലെ മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തേക്ക് കയറാം. ഡാഷ് ദി ടെക്സ്റ്റ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഡാഷ് ദി ടെക്സ്റ്റ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഗോ ത്രൂ ദ ടെക്സ്റ്റ് അല്ലെ? ഗോ ത്രൂ ദ ടെക്സ്റ്റ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഗോ ത്രൂ എന്ന് പറഞ്ഞാല് എന്താണ് അതിന്റെ അർത്ഥം? മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് വരുന്നത് അല്ലെ? ഓക്കെ, സോ നമുക്ക് ഇത്രയും ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഗോ ഓഫ് എന്ന് പറഞ്ഞാല് യെസ് എന്തായിരുന്നു? എക്സ്പ്ലോഡ് ചെയ്യുക. ഗോ ഫോർ എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യുക, ചൂസ് ചെയ്യുക, ഗെയിൻ ചെയ്യുക, അറ്റൈൻ ചെയ്യുക. ഗോ അറ്റ് എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യുക. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യുക. ഗോ ത്രൂ എന്ന് പറഞ്ഞാൽ എക്സാമിൻ ചെയ്യുക. ഗോ ഓവർ എന്ന് പറഞ്ഞാൽ അനലൈസ് ചെയ്യുക. ഗോ എലോങ് എന്ന് പറഞ്ഞാൽ എഗ്രി ചെയ്യുക. ഗോ ഔട്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യുക. ഗോ അപ്പ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുക. ഗോ ഡൗൺ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഗോ എല്ലാവർക്കും ഓക്കെ ആണോ? എല്ലാവരും പഠിച്ചോ? ഇനി നമുക്ക് അടുത്ത ഫ്രേസിൽ വെർബും കൂടെ നോക്കാം. ഇനി അടുത്ത് നോക്കിയേ, പുള്ള് വെച്ചിട്ടുള്ള ഫ്രേസിൽ വെർബാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അതിലെ ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് പുൾ ത്രൂ. പുൾ ത്രൂ എന്ന് പറഞ്ഞാൽ എന്താ? ഗെറ്റ് ത്രൂ ആൻ ഇൽനെസ് ഓർ അതർ ഡേഞ്ചറസ് ഓർ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഓക്കെ, അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനെ തരണം ചെയ്യുക. ഓക്കെ, ഗെറ്റ് ത്രൂ ആൻ ഇൽനെസ്, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും നമുക്ക് വയ്യാണ്ടൊക്കെ ഇരിക്കുമ്പോൾ അതിനെ തരണം ചെയ്തു വരിക. അതിനെയാണ് എന്ത് പറയാ? പുൾ ത്രൂ എന്ന് പറയാ. പുൾ എന്ന് പറഞ്ഞാൽ എന്താ? വലിക്കുക അല്ലെ? ത്രൂ, ത്രൂ എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിലേക്ക്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഗെറ്റ് ത്രൂ ആൻ ഇൽനെസ് ഓർ അതർ ഡേഞ്ചറസ് ഓർ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഒരു എക്സാമ്പിൾ നോക്കാം. ദ ഡോക്ടേഴ്സ് തിങ്ക് ഷീ വിൽ പുൾ ത്രൂ. ഡോക്ടേഴ്സിന് തോന്നുന്നത് അവൾ എന്തായാലും റിക്കവർ ചെയ്യും, അല്ലെങ്കിൽ അത് തരണം ചെയ്യും അല്ലെ എന്നുള്ളതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ പുൾ ത്രൂ ആലോചിക്കാനായിട്ട്, എല്ലാവരും മാളൂട്ടി സിനിമ കണ്ടിട്ടുണ്ടോ? മാളൂട്ടി സിനിമ. ഓക്കെ, അപ്പൊ അതിനകത്ത് ഒരു കിണറിനകത്ത് അവളിങ്ങനെ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നില്ലേ അല്ലെ? അപ്പൊ പുൾ ത്രൂ, ത്രൂ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക്, ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? തരണം ചെയ്യാണ് അല്ലെ? ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തരണം ചെയ്യുക എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ഒരു സീനൊക്കെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ. പുൾ ത്രൂ എന്ന് പറഞ്ഞാൽ ഗെറ്റ് ത്രൂ ആൻ ഇൽനെസ് ഓർ അതർ ഡേഞ്ചറസ് ഓർ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഇനി അടുത്ത് നോക്കാം, പുൾ ഔട്ട്. പുൾ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ടു ലീവ്, ഡിപ്പാർട്ട് ഓർ വിഡ്രോ. അവിടുന്ന് ലീവ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്
പുൾ ഔട്ടിന് വരണം കേട്ടോ. പുൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ലീവ് ചെയ്യുക, ഡിപ്പാർട്ട് ചെയ്യുക അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ പുള്ള് എന്നൊക്കെ പറയുമ്പോൾ ഇനി നമ്മുടെ കാറുമായിട്ടൊക്കെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് പറയാം കേട്ടോ. കാറൊക്കെ പുള്ള് ചെയ്ത് വലിച്ച് പുറത്ത് കൊണ്ടുപോയി ഇട്ടു. ഇനി അവിടുന്ന് ലീവ് ചെയ്യാം എന്ന് വേണമെങ്കിൽ ഓർക്കാം അല്ലെ. അപ്പൊ പുൾ ഔട്ട് എന്ന് പറയുമ്പോൾ പുള്ള് ചെയ്യാം, വലിച്ച് കാറൊക്കെ പുള്ള് ചെയ്തിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് ഇട്ടു, ഔട്ടിൽ ഇട്ടു, ഇനി അവിടുന്ന് ലീവ് ചെയ്യാം. ടു ലീവ് അല്ലെങ്കിൽ ഡിപ്പാർട്ട് ഓർ വിഡ്രോ. എക്സാമ്പിൾ നോക്കിയേ, ഇന്ത്യ ഹാസ് എഗ്രീഡ് ടു പുൾ ഔട്ട് സോൾജേഴ്സ് ഫ്രം മാൽഡീവ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ പുൾ ഓവർ ആണ്. പുൾ ഓവർ എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ കാറുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ. പുൾ ഓവർ എന്ന് പറഞ്ഞാൽ ടു സ്റ്റോപ്പ് യുവർ കാർ അറ്റ് ദ സൈഡ് ഓഫ് ദി റോഡ്. ഓക്കെ, റോഡിന്റെ സൈഡിൽ വണ്ടി നിർത്തിയിടുക എന്നുള്ളൊരു മീനിങ് ആണ് പുൾ ഓവർ. ഓക്കെ, ടു സ്റ്റോപ്പ് യുവർ കാർ അറ്റ് ദ സൈഡ് ഓഫ് ദി റോഡ് ആണ് പുൾ ഓവർ. നമുക്ക് ജസ്റ്റ് ആലോചിക്കാം, പുൾ ഓവർ എന്ന് പറയുമ്പോഴേ ഈ ഓവർ സ്പീഡ് ഉള്ള കാറുകളെല്ലാം ഇപ്പോ പോലീസൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അത് പുള്ള് ചെയ്തിട്ട് ഒരു സൈഡിൽ കൊണ്ടുപോയിട്ട് ഇടും അല്ലെ, റോഡിന്റെ സൈഡിൽ കൊണ്ടുപോയി ഇടും എന്ന് ഓർക്കാം. അപ്പൊ പുൾ ഓവർ സ്പീഡിലുള്ള കാറ് പുൾ ചെയ്തിട്ട് എവിടെ കൊണ്ടുപോയിടും? റോഡിന്റെ സൈഡിൽ കൊണ്ടുപോയിടും. ഓക്കെ, അപ്പൊ പുൾ ഓവർ എന്ന് പറഞ്ഞാൽ ടു സ്റ്റോപ്പ് യുവർ കാർ അറ്റ് ദ സൈഡ് ഓഫ് ദി റോഡ്. ടു സ്റ്റോപ്പ് യുവർ കാർ അറ്റ് ദ സൈഡ് ഓഫ് ദി റോഡ്. അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കിയേ, ദ പോലീസ് ഓഫീസർ പുൾഡ് ഹിം ഓവർ ഫോർ ചേഞ്ചിങ് ലെയിൻസ് വിത്തൗട്ട് സിഗ്നലിംഗ്. കിട്ടിയോ? അപ്പൊ പുൾ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? വണ്ടി സൈഡിൽ നിർത്തിയിടുക. ദ പോലീസ് ഓഫീസർ പുൾഡ് ഹിം ഓവർ ഫോർ ചേഞ്ചിങ് ലെയിൻസ്, ഓക്കെ, വിത്തൗട്ട് സിഗ്നലിംഗ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. പുൾ ത്രൂവും പുൾ ഔട്ടും പുൾ ഓവറും പഠിച്ചേ. പുൾ ത്രൂ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആലോചിച്ചിട്ട് പറഞ്ഞാൽ തരണം ചെയ്യുക അല്ലെ, ഡേഞ്ചറസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനെ തരണം ചെയ്യുക. പുൾ ഔട്ട് എന്ന് പറഞ്ഞാൽ വലിച്ച് ഔട്ടിൽ ഇട്ടു, ഇനി അവിടെ നിന്ന് ഡിപ്പാർട്ട് ചെയ്യാം, ലീവ് ചെയ്യാം, വിഡ്രോ ചെയ്യാം. പുൾ ഓവർ എന്ന് പറയുമ്പോൾ ഓവർ സ്പീഡിൽ വന്നിട്ടുള്ള വണ്ടി പുൾ ചെയ്ത് സൈഡിൽ ഇട്ടു അല്ലെ. അപ്പൊ ടു സ്റ്റോപ്പ് യുവർ കാർ അറ്റ് ദ സൈഡ് ഓഫ് ദി റോഡ് ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. പുൾ ഡൗൺ എന്ന് പറഞ്ഞാല് ടു ഡെമോളിഷ്, ടു ഡിസ്ട്രോയ് ഓർ ഡിപ്രസ് സമ്മൺ. ഒരാളെ എന്താ പറയാ, തരം താഴ്ത്തി കാണുക അല്ലെങ്കിൽ വിഷമിപ്പിക്കുക കേട്ടോ. വിഷമിപ്പിക്കുക എന്നാണ്. വിഷമിപ്പിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തകർക്കുക, ഡിസ്ട്രോയ് ചെയ്യുക, ഡെമോളിഷ് ചെയ്യുക. ഓക്കെ, അതിനൊക്കെയാണ് നമ്മൾ എന്താ പറയാ, പുൾ ഡൗൺ. പുൾ എന്ന് പറഞ്ഞാൽ വലിച്ച് ഡൗണിലേക്ക് ഇടുക അല്ലെ. വലിച്ച് താഴത്തേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാളുടെ കേസ് ആണെങ്കിൽ അയാളെ വളരെയധികം എന്താ പറയാ വിഷമിപ്പിക്കുക, ഡിപ്രസ് ചെയ്യുക എന്നൊക്കെ ഒരു രീതിയിൽ എടുക്കാം. പുൾ ഡൗൺ, വലിച്ച് താഴത്തേക്ക് ഇടുക അല്ലെ. ഇനി അതേപോലെ തന്നെ ഇപ്പൊ ഫ്ലാറ്റിന്റെ കേസ് ഒക്കെ ആണെങ്കിൽ പുൾ ഡൗൺ എന്ന് പറഞ്ഞാൽ തകർക്കുക എന്നുള്ള മീനിങ്. അപ്പൊ പുൾ ഡൗൺ എന്ന് പറഞ്ഞാൽ ഡെമോളിഷ് ചെയ്യുക, ടു ഡിസ്ട്രോയ് ഓർ ഡിപ്രസ് സമ്മൺ. ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. ദേ പുൾ ഡൗൺ ദി ഓൾഡ് ബിൽഡിംഗ് അവര് തകർത്തു, ഡിസ്ട്രോയ് ചെയ്തു, ഡെമോളിഷ് ചെയ്തു അല്ലെ. യെസ്. ഇനി അടുത്ത് നോക്കാം, പുൾ അപ്പ് ആണ്. പുൾ അപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ആണ്. ഓക്കെ, പുൾ അപ്പ്. അപ്പൊ പുൾ അപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പുള്ള് ചെയ്ത് മുകളിൽ വരെ എത്തിന്ന് ഓർക്കാം. ഓക്കെ, ഇപ്പൊ ഒരു മൗണ്ടൻ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഈ മൗണ്ടന്റെ മുകളിൽ വരെ ഒരു കാറ് പുഷ് ചെയ്തിട്ടാണ് ശരിക്കും എത്തുക. എന്നാലും നമുക്ക് ഫോർ ടൈം ബീങ് നമുക്ക് പുള്ളായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പൊ പുള്ള് ചെയ്ത് കാറ് മൗണ്ടന്റെ മുകളിൽ വരെ എത്തി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? മുകളിൽ വരെ എത്തി അല്ലെ, പുൾ അപ്പാണ്. അപ്പൊ അപ്പ് വരെ എത്തി. ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് ആ പുള്ളിയിൽ നിർത്താം അല്ലെ. അപ്പൊ ടു സ്റ്റോപ്പ് ആണ്. പുൾ അപ്പ് എന്ന് പറഞ്ഞാൽ പുള്ളി ചെയ്ത് അപ്പ് വരെ എത്തി, ഇനി നിർത്താം. ടു സ്റ്റോപ്പ് ആണ് പുൾ അപ്പ്. എക്സാമ്പിൾ നോക്കിയേ, ഹി പുൾഡ് അപ്പ് അറ്റ് ദി ട്രാഫിക് ലൈറ്റ്സ്. ഓക്കെ, അപ്പൊ ട്രാഫിക് ലൈറ്റ്സ് കണ്ടപ്പോ അവൻ നിർത്തി എന്നുള്ള മീനിങ് ആണ്. അപ്പൊ പുൾ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോപ്പ് ചെയ്യുക. അപ്പൊ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പലതും അപ്പായിട്ടും അല്ലെ, പുള്ളപ്പ് ഉണ്ടാവും. അതേപോലെ തന്നെ പല ഫ്രേസിൽ വെർബിലും നമ്മൾ ഇതേപോലെ അപ്പും ഡൗണും ഫോറും അതൊക്കെ ഉണ്ടാവും. പഠിക്കുമ്പോൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് പഠിക്കണം. പുള്ളും അപ്പും കൂടിയിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പൊ പുള്ളി ചെയ്ത് അപ്പ് വരെ എത്തിന് എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാം. ഇനി പുൾ ഫോർ എന്ന് പറഞ്ഞാൽ ടു എൻകറേജ് അല്ലെങ്കിൽ സപ്പോർട്ട് ആണ്. പുൾ ഫോർ. അപ്പൊ ഫോർ എന്ന് പറയുമ്പോൾ നമ്മള് നമ്മുടെ ഈ നമ്പർ 4ഉമായിട്ട് കണക്ട് ചെയ്യാം. 4 പേര് കൂടിയിട്ട് പുള്ള് ചെയ്തു. ഇപ്പൊ ഒരു വണ്ടി തന്നെ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ 4 പേര് കൂടിയിട്ട് പുള്ള് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? എൻകറേജ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക അല്ലെ. എൻകറേജ് ചെയ്യുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് പുൾ ഫോറിന് വരുന്നത് കേട്ടോ. അപ്പൊ പുൾ ഫോർ എന്ന് പറഞ്ഞാൽ ടു എൻകറേജ് അല്ലെങ്കിൽ സപ്പോർട്ട് ആണ്. ഓക്കെ, ഇനി പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പുൾ ബാക്ക്, പുൾ ചെയ്യുക എന്നിട്ട് ബാക്കിലേക്ക് ആക്കുക അല്ലെ. എന്ന് പറഞ്ഞാൽ റിട്രീറ്റ് ചെയ്യുക. പുൾ ബാക്ക്, റിട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അവിടുന്ന് പിൻവലിയുക അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് റിട്രീറ്റ് ചെയ്യുക. നമ്മൾ സിനോണിംസിൽ പറഞ്ഞിരുന്നു റിട്രീറ്റ്. ഒരു ട്രീറ്റ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അവിടുന്ന് പിന്തിരിഞ്ഞു പോവും അല്ലെങ്കിൽ പിൻവലിയും അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യും എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. ഓക്കെ, പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ
പുൾ എന്ന് പറഞ്ഞാൽ വലിക്കുക അല്ലെ, വലിഞ്ഞ് പുറകിലേക്ക് പോവാന്ന് പറഞ്ഞാൽ എന്താ, റിട്രീറ്റ് ചെയ്യുക, എസ്കേപ്പ് ചെയ്യുക. ടു മൂവ് ബാക്ക്വേർഡ്സ് ഓർ അവേ ഫ്രം സംവൺ. ഹി ലീൻ ഫോർവേഡ് ടു ഹിറ്റ് ഹർ. ഓക്കെ, ബട്ട് ഷി പുൾഡ് ബാക്ക്. അവൻ അവളെ ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലേക്ക് ലീൻ ചെയ്തു, അവൾ എന്ത് ചെയ്തു, അവള് അവിടുന്ന് എസ്കേപ്പ് ചെയ്തു, അല്ലെങ്കിൽ പുറകിൽ എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. അപ്പൊ പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ റിട്രീറ്റ് ചെയ്യുക, റിട്രീറ്റ് ചെയ്യുക. ഇനി അടുത്ത് നോക്കിയേ, പുൾ ഓഫ്. കാണുന്നുണ്ടോ? പുൾ ഓഫ് എന്ന് പറഞ്ഞാൽ ടു അച്ചീവ്. ഓക്കെ, പുൾ ഓഫ്. പുൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ടു അച്ചീവ് സംതിങ് ഡിഫിക്കൽട്ട്. ഇപ്പൊ ഒരു വണ്ടി ഓഫ് ആയിട്ട് ഇരിക്കാന്ന് വിചാരിച്ചോ, അത് പുള്ള് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ പുൾ ഓഫ് എന്ന് പറഞ്ഞാൽ ടു അച്ചീവ് സംതിങ് ഡിഫിക്കൽട്ട്. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം അച്ചീവ് ചെയ്യുക. ഷീ മാനേജ് ടു പുൾ ഓഫ് സബ്മിറ്റിംഗ് ഹെർ അസൈൻമെന്റ് ജസ്റ്റ് ഇൻ ടൈം ബിഫോർ ദി ഡെഡ് ലൈൻ. ഓക്കെ, അപ്പോൾ ഡെഡ് ലൈനിന് മുമ്പ് അവൾ എങ്ങനെയെങ്കിലും അത്രയും കഷ്ടപ്പെട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു അല്ലെ, അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം അച്ചീവ് ചെയ്തു എന്നുള്ളതാണ് പുൾ ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പുൾ ഓഫ് എന്ന് പറഞ്ഞാൽ ടു അച്ചീവ് സംതിങ് ഡിഫിക്കൽട്ട്. അപ്പൊ നമുക്ക് ഒന്നും കൂടി ഇതെല്ലാം നോക്കാം, അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും മൈൻഡിലേക്ക് കൊണ്ടുവരണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രേസൽ വെർബ് മൈൻഡിൽ നിൽക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണം, എല്ലാവരും ചെയ്തു നോക്കുക. പുൾ ത്രൂ എന്ന് പറഞ്ഞാൽ ഗെറ്റ് ത്രൂ ആൻ ഇൽനെസ് ഓർ അതർ ഡേഞ്ചറസ് ഓർ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഓക്കെ, തരണം ചെയ്യുക. അത് അസുഖമാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡേഞ്ചറസോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ആവാം. പുൾ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ, അവിടുന്ന് ലീവ് ചെയ്യുക, ഡിപ്പാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുക. പുൾ ഓവർ, ഓവറായിട്ട് പുൾ ചെയ്തു. ഇനി പുൾ ഓവർ എന്ന് പറഞ്ഞാൽ ഓവർ സ്പീഡിലുള്ള ഒരു കാറ് പുൾ ചെയ്ത് നമ്മുടെ റോഡിന്റെ സൈഡിൽ ഇട്ടു അല്ലെ. ടു സ്റ്റോപ്പ് യുവർ കാർ അറ്റ് ദ സൈഡ് ഓഫ് ദി റോഡ്. ഓക്കെ, ഇനി അടുത്തത് പുൾ ഡൗൺ. പുൾ ഡൗൺ എന്ന് പറഞ്ഞാല് വലിച്ച് താഴത്തേക്ക് ഇടുക അല്ലെ. ഡിപ്രസ് ചെയ്യുക, ഒരാളെ വിഷമിപ്പിക്കുക, അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുക, ഡെമോളിഷ് ചെയ്യുക അല്ലെ. പുൾ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, അപ്പ് വരെ എത്തി, ഇനി നിർത്താം അല്ലെ, സ്റ്റോപ്പ് ചെയ്യാം. പുൾ ഫോർ എന്ന് പറഞ്ഞാൽ 4 പേര് കൂടിയിട്ട് പുൾ ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ എന്താ, ടു എൻകറേജ് അല്ലെങ്കിൽ സപ്പോർട്ട്. ഓക്കെ, അതേപോലെ തന്നെ പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ റിട്രീറ്റ് ചെയ്യാന്നുള്ളതാണ്. പുൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ, പുൾ ഓഫ്. ഓക്കെ, ഓഫ് ആയിട്ടുള്ള കാറ് പുൾ ചെയ്യാന്ന് പറഞ്ഞാൽ ടു അച്ചീവ് സംതിങ് ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, ഇത്ര എല്ലാവരും പഠിച്ചോ? ഒന്നും കൂടെ ഒക്കെ ഒന്ന് വായിച്ച് സെറ്റ് ആക്കിയിട്ട് ഒന്നുകൂടെ മൈൻഡിലോട്ട് കൊണ്ടുവരണം കേട്ടോ. എന്നാലായിരിക്കും നമുക്ക് എക്സാമിന് ഓർമ്മ കിട്ടുക. റിവിഷൻ മസ്റ്റ് ആണ് നമ്മുടെ ഫ്രേസൽ വെർബിന്റെ കേസിൽ. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സെൽഫായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്റെ ആൻസർ പറയാൻ വേണ്ടി നിൽക്കണ്ട, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഹി സക്സസ്ഫുള്ളി പുൾഡ് ഡാഷ് ഓർഗനൈസിംഗ് എ സക്സസ്ഫുൾ ഫണ്ട് റൈസർ ഫോർ എ സോഷ്യൽ കോസ്. അപ്പൊ ഹി സക്സസ്ഫുള്ളി എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം പോസിറ്റീവ് ആയിട്ടുള്ള എന്തൊരു കാര്യമാണ് അല്ലെ. യെസ്, ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. അപ്പോ സക്സസ്ഫുൾ ആവുക, അച്ചീവ് ചെയ്യാന്നൊക്കെ ഒരു മീനിങ് വരുന്ന നമ്മൾ ഏതെങ്കിലും പുള്ള് വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ട് പറ. പുൾ ഓഫ് അല്ലെ. ഹി സക്സസ്ഫുള്ളി പുൾഡ് ഓഫ് ഓർഗനൈസിംഗ് എ സക്സസ്ഫുൾ ഫണ്ട് റൈസർ ഫോർ എ സോഷ്യൽ കോസ്. പുൾഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വേഗം പറ. ഓഫ് ആയിട്ടുള്ള വണ്ടി പുള്ള് ചെയ്തു എന്ന് പറഞ്ഞാൽ ടു അച്ചീവ് സംതിങ് ദാറ്റ് ഇസ് ഡിഫിക്കൽട്ട്. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം അച്ചീവ് ചെയ്യുക അല്ലെ. അപ്പൊ ഈ സക്സസ്ഫുള്ളി കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കും അല്ലെ. അച്ചീവ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കാം കേട്ടോ. കിട്ടിയോ? ഓക്കെ, പെട്ടെന്ന് കിട്ടണം എന്നില്ല. നിങ്ങളൊന്ന് ഇടയ്ക്ക് വായിച്ച് നോക്കുക, ഒരു പ്രാവശ്യം കൂടെ ഒക്കെ വായിച്ചു കഴിയുമ്പോഴേക്കും സെറ്റ് ആവും. ഓക്കെ, എന്നിട്ട് വീണ്ടും ചെയ്തു നോക്കുക കേട്ടോ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സയന്റിസ്റ്റ് ബിലീവ് ദാറ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡാഷ് എവറിത്തിങ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ദ സയന്റിസ്റ്റ് ബിലീവ് ദാറ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡാഷ് എവറിത്തിങ്. ആൻസർ പുൾസ് ആണ്. നമ്മൾ ട്രൂത്ത് ഫാക്ട് ഒക്കെ പറയുന്ന കേസ് വരുമ്പോൾ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? സിമ്പിൾ പ്രസന്റൻസ് ആണ് യൂസ് ചെയ്യുക കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. അത് ഗ്രാമറിൽ നമുക്ക് പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ ഈ ഒരു കേസിൽ നമുക്ക് അതൊന്ന് അപ്ലൈ ചെയ്യാം. സയന്റിസ്റ്റ് ബിലീവ്ഡ് ദാറ്റ്. അപ്പൊ ബിലീവ്ഡ് ഒക്കെ കാണുമ്പോൾ പലർക്കും ED ഉള്ള ആൻസറിലോട്ടൊക്കെ പോകാനുള്ള ടെൻഡൻസി വരും. പക്ഷെ ട്രൂത്തോ ഫാക്ട് ഒക്കെ വരുന്ന കേസ് ആണെങ്കിൽ വി ഹാവ് ടു യൂസ് വാട്ട്? വി ഹാവ് ടു യൂസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ലെ. ട്രൂത്ത് ഫാക്ട് പറയാനായിട്ടും റെഗുലർ ആയിട്ടുള്ള നടക്കുന്ന കാര്യങ്ങൾ പറയാനായിട്ടും ഹോബീസ്, ഹാബിച്വൽ ആക്ഷൻസ് അല്ലെ, ഇതൊക്കെ പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ്. സോ നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ സി ആണ്, പുൾസ് എവറിത്തിങ്. അടുത്തത്, several old buildings were pulled dash to construct new ones before Olympics. ഇപ്പൊ ബിൽഡിങ്സ് എല്ലാം ഡിസ്ട്രോയ് ചെയ്തു അല്ലെങ്കിൽ ഡെമോളിഷ് ചെയ്തു എന്നുള്ള രീതിയിൽ ഒന്ന് വേഗം ആലോചിച്ചിട്ട് പറഞ്ഞേ, എന്തായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക? സെവറൽ ഓൾഡ് ബിൽഡിങ്സ് were pulled ഡൗൺ അല്ലെ. പുൾ ഡൗൺ എന്ന് പറഞ്ഞാൽ തകർക്കുക, ഡെമോളിഷ് ചെയ്യുക, വലിച്ച് താഴത്തേക്ക് ഇടുക. പുൾ ഡൗൺ അല്ലെ, അപ്പൊ വലിച്ച് താഴത്തേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ ഡെമോളിഷ് ചെയ്യുക അല്ലെങ്കിൽ ഒരാളെ
ഡിപ്രസ് ചെയ്യുക, വിഷമിപ്പിക്കുക എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാം അല്ലെ. സോ ആൻസർ എന്താണ്? വെർബ് പുൾ ഡൗൺ ആണ്. പഴയ ബിൽഡിങ്സ് എല്ലാം തകർത്ത് പുതിയ ബിൽഡിങ്സിന് പണിയാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ബിഫോർ ഒളിമ്പിക്സ്. യെസ്, സെവറൽ ഓൾഡ് ബിൽഡിങ്സ് വർ പുൾ ഡൗൺ ടു കൺസ്ട്രക്ട് ന്യൂ വൺസ് ബിഫോർ ഒളിമ്പിക്സ്. കിട്ടുന്നുണ്ടോ? അടുത്തത്, ദ ഡോക്ടേഴ്സ് തിങ്ക് ഷീ വിൽ പുൾ ഡാഷ്. ഓക്കെ, അപ്പൊ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ റിക്കവർ ചെയ്യും, അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തരണം ചെയ്യും അല്ലെ. അപ്പൊ ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തരണം ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ ഏതാ പറയാ? പുൾ ത്രൂ അല്ലെ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മാളൂട്ടി സിനിമയിലെ പുൾ വലിച്ച്, ത്രൂ വലിച്ച് ഇങ്ങനെ ഉള്ളിന്ന് വലിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ തരണം ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ദ ഡോക്ടേഴ്സ് തിങ്ക് ഷീ വിൽ പുൾ ത്രൂ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഷീ ഹാഡ് ടു ഡാഷ് ഫ്രം ദി പ്രൊജക്ട് ഡ്യൂ ടു പേഴ്സണൽ റീസൺസ്. പേഴ്സണൽ റീസൺസ് കാരണം അവൾക്ക് പ്രൊജക്റ്റിൽ നിന്നും ലീവ് ചെയ്യേണ്ടതായിട്ട് വന്നു അല്ലെ. അവിടുന്ന് വിഡ്രോ ചെയ്യേണ്ടതായിട്ട് വന്നു, ലീവ് ചെയ്യേണ്ടതായിട്ട് വന്നു, നിർത്തേണ്ടതായിട്ട് വന്നു അല്ലെ. അപ്പൊ ഏതൊക്കെയാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? പുൾ ഔട്ട് അല്ലെ, പുൾ ഔട്ട്. അപ്പൊ വണ്ടി പുള്ള് ചെയ്ത് ഔട്ടിലെത്തി, ഇനി അവിടുന്ന് ലീവ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു കേട്ടോ. ലീവ് ചെയ്യുക അല്ലെങ്കിൽ ഡിപ്പാർട്ട് ചെയ്യാം അല്ലെ. യെസ്, കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും, എന്നാലും നമ്മളിത് പഠിച്ചെടുക്കണം കേട്ടോ. പഠിച്ചെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പൊ കിട്ടില്ല എന്നും പറഞ്ഞു വൊക്കാബുലറി പലരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് അങ്ങോട്ട് വിട്ട് കളയും. അങ്ങനെ ചെയ്യരുത്. ഓക്കെ, ഞാൻ മാക്സിമം കണക്ഷൻസും ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഒക്കെ ഒന്ന് വായിച്ച് സെറ്റ് ആക്കുക. നിങ്ങളെ കൊണ്ട് പറ്റും, ചെയ്ത് നോക്കുക കേട്ടോ. യെസ്, ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഫ്രേസൽ വെർബലിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നിങ്ങൾക്കായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും കമന്റ് ചെയ്യുക. എത്രത്തോളം നിങ്ങളുടെ മൈൻഡിൽ കയറിയെന്നും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഗോ ഫോർ എന്ന് പറഞ്ഞാൽ എന്താ? ഗോ ഫോർ. ഓക്കെ, ഗോ എന്ന് പറഞ്ഞാൽ പോയിട്ട്, ഫോർ എന്ന് പറയുമ്പോൾ ഫോർ അടിച്ച്. ഇനി അതിന്റെ ആൻസർ എല്ലാവരും കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമുക്ക് അടുത്തൊരു സെഷനായിട്ട് ഉടനെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ.